കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും ഹരിത കേന്ദ്രത്തിന്റെയും സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണൂത്തിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊച്ചിൻ ഹരിതോത്സവം സംഘടിപ്പിക്കുന്നു. 2025 സെപ്റ്റംബർ 15 മുതൽ 25 വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ കൊച്ചിൻ കോർപ്പറേഷൻ വഞ്ചി സ്ക്വയറിൽ നടക്കുന്ന പ്രദർശനത്തിൽ 300-ൽ പരം ഫലവൃക്ഷ തൈകളുടെയും പൂച്ചെടികളുടെയും പ്രദർശനവും വിപണനവും നടക്കും. എന്റെ പേര് PV മാത്യു, ഫാർമേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. സതീഷ് കുമാർ PV, കേരള ഫലവൃക്ഷ പ്രചാരക സമിതിയുടെ സെക്രട്ടറിയാണ്. മേരി ജോസ്, ഫാർമേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഈ മാസം 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഹൈക്കോർട്ടിന്റെ അടുത്തുള്ള വഞ്ചി സ്ക്വയറിൽ കൊച്ചിൻ ഹരിതോത്സവം എന്ന് പറയുന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ പ്രോഗ്രാം നടത്തുന്നത് കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും ഹരിത കേന്ദ്രവും സൗത്ത് സൺ അഗ്രികൾച്ചർ ഫാമും സംയുക്തമായിട്ടാണ്. ഈ പ്രോഗ്രാമിൽ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കളും അവർക്ക് ആവശ്യമായിട്ടുള്ള കൃഷി ഫലപ്രദമായി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളുമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഇതിനകത്ത് അതിൻ്റെ 300ഓളം തരത്തിലുള്ള വിദേശിയും സ്വദേശിയുമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫലവൃക്ഷങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും അത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള അറിവുകളും നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നുണ്ട്. ഈ ഫലവൃക്ഷങ്ങൾ കൂടാതെ തന്നെ പൂച്ചെടികൾ, അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ. പച്ചക്കറി വിത്തുകൾ എന്ന് പറയുമ്പോൾ നല്ല ഹൈ ഈൽഡ് വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിത്തുകൾ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള തരത്തിലുള്ള വിത്തുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള വിത്തുകൾ പലപ്പോഴും ഫലപ്രദമായി കൃഷിക്കാർക്ക് പ്രയോജനപ്പെടാറില്ല. അപ്പൊ അതിന് ഞങ്ങള് നല്ല കമ്പനികളുടെ ട്രീറ്റ് ചെയ്ത നല്ല വിലയുള്ള വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അത് വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ അവർക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വിത്തുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് ഇതുവരെ കണ്ടുവരുന്നുണ്ട്. ഒരു കൃഷി ഒരിക്കലും ഒരു പരാജയമായിട്ട് പറയുന്നില്ല. അതുപോലെ ഞങ്ങൾ പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ചക്കറി ഞങ്ങൾ കൊടുക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ, നമുക്ക് വിലയേക്കാളും ഉപരി ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി എന്നുള്ള നിലവാരമാണ് ഞങ്ങൾ കൂടുതലായിട്ടും പാലിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പല സെമിനാറുകൾ, കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുന്നു. അപ്പൊ അടുക്കളത്തോട്ടം, അതുപോലെ കൃഷി ചെയ്യേണ്ട രീതികളെ പറ്റിയുള്ള സെമിനാറുകളുണ്ട്. തേനീച്ച വളർത്തൽ, ഇപ്പൊ തേനീച്ച വളർത്തൽ ഇതിനൊരു പ്രധാന ഘടകമാണ്. കൃഷിക്ക് ഒരു പ്രധാന പരാഗണം നടന്നെങ്കിൽ മാത്രമേ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ കേരളത്തിൽ കൃഷി പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് തേനീച്ചയുടെ അഭാവമാണ്. അപ്പൊ തേനീച്ച കൃഷിയും ഈ പറയുന്ന കോഴി വളർത്തലും പശു വളർത്തലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംയുക്ത സംരംഭമാണ് ശരിക്കും പറഞ്ഞ കൃഷി എന്ന് പറയുന്നത്. കൃഷി മാത്രമായിട്ട് ഒരിക്കലും ഒരിടത്തും ഡെവലപ്പ് ആകുന്നില്ല. ആ കൂട്ടത്തിൽ തേനീച്ച വളർത്തൽ ഉണ്ടാകണം, പശു വളർത്തൽ ഉണ്ടാകണം, ആവശ്യത്തിന് ചാണകവും മറ്റു വളങ്ങളും നമുക്ക് ജൈവവളങ്ങൾ കിട്ടിയെങ്കിലേ കൃഷി നന്നായിട്ട് പോകുകയുള്ളൂ. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാന 30ഓളം പരിപാടികൾ ഞങ്ങൾ പല പഞ്ചായത്തുകളിലും ചെയ്തു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഞങ്ങൾ ഗ്രാമങ്ങളിലാണ്, ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു 10 ദിവസം ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ കർഷകരെ വിളിച്ചുകൂട്ടി അവർക്ക് സൗജന്യമായ പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഊർജ്ജ സംരക്ഷണത്തിനെ സംബന്ധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, LED ബൾബുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അത് റിപ്പയർ ചെയ്യാൻ അവരെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ കോഴി വളർത്തല്, കൂൺ കൃഷി. അപ്പൊ നിങ്ങൾക്ക് തൈക്കോടത്ത് ഞങ്ങളൊരു സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സെന്ററിൽ വരുന്നവർക്ക് മാസത്തിൽ ഒരു ദിവസം ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള സെമിനാറുകൾ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ഈ പ്രോഗ്രാമിൽ. അപ്പൊ അവർക്ക് അവിടെ ഞങ്ങൾ അറിയിക്കും. വരുന്ന ദിവസങ്ങളിൽ അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കും. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. അത് 3 ദിവസത്തെ ട്രെയിനിങ് നടത്തി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർക്ക് ലോണോ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ട് അതിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളാണ്, ബൈ പ്രോഡക്ട്സുകളാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, തേനിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് മൂല്യവർദ്ധിത വസ്തുക്കളുണ്ട്. ഞങ്ങൾ 25ഓളം ഉൽപ്പന്നങ്ങൾ തേനിൽ നിന്നുള്ളത് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന 2 സെന്ററുകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുത്ത കർഷകരാണ്. 2000-ലൊക്കെ ട്രെയിനിങ് കൊടുത്ത കർഷക അവാർഡ് കിട്ടിയിട്ടുള്ള 2 പ്രധാന കർഷകരും അവരുടെ ബ്രീഡിംഗ് സെന്റർ നമുക്കുണ്ട്.
അവിടെ നമ്മൾ ചെയ്യുന്നത് തേനിന്റെ ചെറുതേൻ, വൻതേൻ എന്നതിന് കൂടാതെ കാന്താരിത്തേൻ, നെല്ലിക്കാത്തേൻ, മാതളത്തേൻ, മഞ്ഞൾ തേൻ എന്നൊക്കെ പറഞ്ഞ ഒരു 20ഓളം ഐറ്റംസ് ഉണ്ട്. അതിന്റെ വാക്സിൻ എന്നുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ അസുഖങ്ങൾക്കുള്ള ഒരു സപ്ലിമെന്റ് ആണ്, മരുന്നല്ല. ഇപ്പം പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ആയുർവേദത്തില് തേനിൽ ചാലിച്ചാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇത് നമ്മള് ഒരു മണ്ഡലകാലം തേനില് ഈ ഉൽപ്പന്നങ്ങൾ ഇടും. ബൈ പ്രോഡക്റ്റ്, ഈ കാർഷിക ഉൽപ്പന്നം, ഉദാഹരണത്തിന് നെല്ലിക്ക തന്നെ എടുക്കാം. നെല്ലിക്ക നമ്മൾ 40 ദിവസം ഒരു മണ്ഡലകാലം തേനിലിട്ട് കഴിയുമ്പോൾ അതിന്റെ സത്ത് മൊത്തത്തിന് തേനിനകത്ത് എന്തിട്ടാലും അത് വലിച്ചെടുക്കും. തേൻ വലിച്ചെടുത്തിട്ട് ഇതൊരു ചണ്ടിയായിട്ട് തന്നെ പുറത്ത് കളയും. ഇതിന്റെ വേസ്റ്റ് പുറത്ത് തള്ളും. അപ്പൊ എന്തിന്റെയും വേസ്റ്റ് പുറത്തേക്ക് കളയും, അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ പുറത്ത് തള്ളും. അപ്പൊ അത് നമുക്ക് അത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ശുദ്ധീകരിച്ച് അതിനുള്ള മെഷീനറിയിൽ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് ജനങ്ങളിൽ എത്തിക്കുക. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ. അതുപോലെ തന്നെ വിത്തുകൾ ഉണ്ടാവും. പിന്നെ ബൈ പ്രോഡക്റ്റുകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട അനവധി ബൈ പ്രോഡക്ട്സുകൾ, മില്ലറ്റ്സിന്റെ പ്രോഡക്ട്സുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വിപുലമായ വളരെ ചെറിയൊരു സ്പേസിൽ വളരെ വിപുലമായ ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് സതീഷ് കുമാർ എന്നാണ്. ഞാൻ തൃശ്ശൂർ മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെ സെക്രട്ടറിയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന പണം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ആരോഗ്യരംഗത്താണ്. ഈ തിരക്കിൽ നിന്നും മാറി കുറച്ചു നേരം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു വളരെ കാര്യത്തിനാണ് ഞങ്ങൾ ഈ ഫലവൃക്ഷ പ്രചാരക സമിതി എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളൊരു 7 അഗ്രികൾച്ചർ ഫാമുകൾ കൂടി ചേർന്നൊരു സൊസൈറ്റിയാണിത്. അപ്പൊ ഇത് എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളിലെ ഇത് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതായത് നമ്മളൊരു മുളക്, ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വിഷം വരുന്നത് മുളക്, തക്കാളി, അതുപോലെ പച്ചക്കറിയിലാണ്. നമുക്ക് സ്ഥലമില്ലെങ്കിലും കുറച്ച് ഗ്രോ ബാഗിൽ പച്ചമുളക്, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ വച്ചുപിടിപ്പിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് ആകർഷിക്കാം. ഈ പ്രതിരോധം നമ്മളില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ കൂടുതലുണ്ടാവുന്നത്. അപ്പൊ അതിനും കൂടി നമുക്ക് സമൂഹത്തിലൊരു ഈ അറിവ് ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഫലവൃക്ഷ പ്രചാര സമിതി മുഖ്യ ലക്ഷ്യം. അതുപോലെ തന്നെ ഇത് വാങ്ങാൻ വരുന്നവർക്ക് ഈ പച്ചക്കൃഷി എങ്ങനെ നടത്താം, എന്തെല്ലാം ചെയ്യാം ഉള്ള നേരം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാര്യങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. 10-30 സ്ഥലത്തായി നടത്തുന്നു. എല്ലാവർക്കും വൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടി മുഴുവൻ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഇപ്പൊ എല്ലാ ഭാഗത്തും ലഹരിക്ക് അടിമയാണ് കുട്ടികൾ മുഴുവൻ. എല്ലായിടത്തും ഇതിന്റെ പരിപാടികൾ നടക്കുകയാണ്. ഞങ്ങൾ ഇതും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കുട്ടികളിൽ ഇത് വച്ചുപിടിപ്പിച്ച്, പൂച്ചെടികൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ചെടികൾ വച്ചുപിടിപ്പിച്ച് അവരെ ഇതിൽ ഈ ചെടികൾ വച്ചുപിടിപ്പിക്കുന്ന ഒരു മാതൃകയാക്കി കൊണ്ടായാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്ക് ഭാവിയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പരിപാടി നമ്മൾ 15-ാം തീയതി മുതലാണ് ഇവിടെ നടക്കുന്നത്. ഈ 10 ദിവസം നമ്മൾ ഇത് വളരെ ഭംഗിയാക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടാകുന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു.